നമസ്കാരം. നീണ്ട ചർച്ചകൾക്കൊടുവിൽ മുഖ്യമന്ത്രിയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കാനിനി മണിക്കൂറുകൾ മാത്രം. അങ്ങനെ കേരളത്തിന് നാഥനില്ല കളരി എന്ന പേരുദോഷം മാറിക്കിട്ടി. മുദ്രവെച്ച കവറിൽ നിയമസഭാ കക്ഷിയോഗത്തിൽ പ്രഖ്യാപിക്കാനാണ് നീക്കം. ലീഗിന്റെ നീക്കം ഹൈക്കമാൻഡിൽ ശക്തമായ സ്വാധീനം ചെലുത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ സ്വാധീനം ചെലുത്തലിലൂടെ സതീശന് മുഖ്യമന്ത്രി സ്ഥാനം കൈവന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിൽ കണ്ണും നട്ടിരിക്കുകയാണ് മുസ്ലിം ലീഗ്. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി തീരുമാനിക്കണമെന്ന പ്രതീക്ഷയിലാണ് ലീഗ് നേതൃത്വം. തങ്ങളുടെ സമ്മർദ്ദം ഫലം കണ്ടു എന്നു തന്നെയാണ് ലീഗ് വിചാരിക്കുന്നത്. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. സതീശന് അനുകൂലമായ നിലപാട് ഹൈക്കമാൻഡ് സ്വീകരിച്ചിരിക്കുകയാണ്. പാണക്കാട് ചേർന്ന ലീഗ് നേതൃയോഗത്തിന്റെ വിലയിരുത്തൽ പ്രകാരമാണ് ഈ നീക്കം. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് ശേഷം ഇന്ന് വീണ്ടും യോഗം ചേരാൻ ലീഗ് നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ വസതിയിലായിരിക്കും യോഗം. വി.ഡി. സതീശനെയല്ല മുഖ്യമന്ത്രിയായി തീരുമാനിക്കുന്നതെങ്കിൽ ഈ യോഗം നിർണായകമായി മാറും. എന്തായാലും ഇന്ന് 1 മണിക്ക് നിശ്ചയിച്ചിരുന്ന യോഗം 4 മണിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ KPCC ആസ്ഥാനത്ത് വെച്ചാണ് നിയമസഭാ കക്ഷി യോഗം നടക്കുന്നത്. കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി, AICC നിരീക്ഷകരായ അജയ് മാക്കൻ, മുഗൾ വാസിം എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും യോഗത്തിലുണ്ടാകും. AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഡൽഹിയിലാണുള്ളത്. ഇന്ന് തന്നെ UDF-ലെ നിയമസഭാ കക്ഷി നേതാക്കൾ ഗവർണറെ കാണും എന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഖാർഗെയുടെ വസതിയിൽ വെച്ചായിരുന്നു യോഗം നടന്നത്. യോഗത്തിനു ശേഷം പുറത്തേക്ക് വന്ന രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നില്ല. പിന്നാലെ ഖാർഗെയുടെ വസതിയിലെത്തിയ ജയറാം രമേശാണ് ഇന്ന് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്ന് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. യോഗത്തിന് മുമ്പ് തന്നെ മുതിർന്ന നേതാവായ AK ആന്റണിയും കൊടിക്കുന്നിൽ സുരേഷും രാഹുൽ ഗാന്ധിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. മുഖ്യമന്ത്രി ചർച്ചയുടെ ഭാഗമായി മുൻ KPCC അധ്യക്ഷന്മാരെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരുന്നു. K മുരളീധരൻ, K സുധാകരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, MM ഹസൻ എന്നിവരെയാണ് വിളിപ്പിച്ചത്. KPCC വർക്കിംഗ് പ്രസിഡന്റുമാരായ ഷാഫി പറമ്പിൽ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ് എന്നിവരെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരുന്നു. എന്തായാലും മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിനായി മുതിർന്ന നേതാക്കൾ ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ചാർട്ടേഡ് വിമാനത്തിൽ വൈകിട്ടോടെ നേതാക്കൾ തിരുവനന്തപുരത്തേക്ക് എത്തുമെന്നാണ് വിവരം. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, AICC നിരീക്ഷകരുടെ ചുമതലയുള്ള അജയ് മാക്കർ എന്നിവരും കേരളത്തിലെത്തും. എന്തായാലും നിലവിൽ യാത്രികരുടെ പട്ടികയിൽ KC വേണുഗോപാലിന്റെ പേരില്ല. പക്ഷേ ഏതു സമയവും KCയുടെ പേര് പട്ടികയിൽ ഉൾപ്പെടുത്താം എന്നൊരു സൂചന കൂടി നിലനിൽക്കുന്നുണ്ട്. നേതാക്കൾ എത്തുന്നത് അനുസരിച്ചായിരിക്കും നിയമസഭാ കക്ഷിയോഗം ചേരുക. എന്തായാലും 4 മണിയിലേക്ക് മാറ്റാൻ യോഗം നിർദ്ദേശിച്ചു നൽകിയായി ഒടുവിൽ പുറത്തുവരുന്ന വിവരം. നിയമസഭാ കക്ഷി യോഗത്തിന്റെ പശ്ചാത്തലത്തിൽ KPCC ഓഫീസ് പരിസരത്ത് കൂടുതൽ പോലീസുകാരെ നിയമിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ആരാകുമെന്ന ഹൈക്കമാൻഡ് തീരുമാനം അറിയാൻ KC വേണുഗോപാലിനെ രാഹുൽ ഗാന്ധി വിളിപ്പിക്കുകയായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ. KC വേണുഗോപാലിനെ തലസ്ഥാനത്ത് സ്വീകരിക്കാൻ അനുയായികൾ ഒരുങ്ങിയിട്ടുണ്ട്. പ്രഖ്യാപനം വന്നാൽ പ്രതിഷേധമോ അതിരുകടന്ന ആഘോഷങ്ങളോ പാടില്ല എന്ന് KC ക്യാബിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും ഔദ്യോഗിക പ്രഖ്യാപനം വളരെ ക്ഷമയോടെ കാത്തിരിക്കുകയാണ്.